ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു FAQ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നിൻ്റെ അല്ല, SEO ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട് പല കാര്യങ്ങൾ. അത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്. അതിനുള്ള കുറച്ച് ഉത്തരങ്ങളായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ. അതിൽ ആദ്യത്തെ ചോദ്യം തന്നെ, SEO ഇപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലേ? അതായത് എല്ലാവരും SEO ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളും ട്രിക്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SEOയുടെ പ്രാധാന്യം കുറഞ്ഞു എന്നുള്ള ഒരു തോന്നൽ പല ആൾക്കാർക്കും ഉണ്ട്. ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, സെർച്ച് എഞ്ചിൻ എത്ര നാളത്തോളം ഉണ്ടോ അത്രയും കാലത്തോളം SEOയുടെ പ്രാധാന്യവും നഷ്ടപ്പെടാതെ തന്നെ മുന്നോട്ട് പോകും. അടുത്ത ദിവസം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലപ്പോഴും ഈ ചില SEO ടാക്ടിക്സിനൊക്കെ എതിരായിട്ടാണ് പറയാറുള്ളത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഗൂഗിളിൻ്റെ അൽഗോരിതത്തെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സെർച്ച് റാങ്കിങ്ങിൽ മുന്നിൽ വരാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അങ്ങനെ വരാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഡയറക്റ്റായിട്ടൊരു ചോദ്യമാണ് അങ്ങനെ. തീർച്ചയായിട്ടും അങ്ങനെ വരാറുണ്ട്. പക്ഷേ അത് ഷോർട്ട് ടൈമിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോങ് ടൈമിലുള്ള സക്സസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുറുക്ക് വഴി തേടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ താൽക്കാലികമായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, അതായത് ബാക്ക് ലിങ്ക്സ് ഒരുപാടൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് മറ്റു തരത്തിലുള്ള ഒരുപാട് ട്രാഫിക്ക് പെട്ടെന്ന് കൊണ്ടുവന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മുകളിൽ കൊണ്ടുവരാം. പക്ഷേ അത് നിൽക്കത്തില്ല. അത് വളരെ ഷോർട്ട് ടൈമാണ് നമ്മളുടെ ഒരു പർപ്പസ്. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യം ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടാക്ടിക്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഒരു SEO കൃത്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് എത്ര കാലം എടുക്കുമെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോഗ് ഓർഗാനിക് ട്രാഫിക്ക് കിട്ടിത്തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് രണ്ട് ചോദ്യത്തിനുള്ള ഒരേ ഉത്തരവാണ് നമുക്ക് പറയാനുള്ളത്. പലപ്പോഴും നമ്മളുടെ എന്താണ് നമ്മുടെ പർപ്പസ് എന്നനുസരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വളരെ ഷോർട്ട് ടൈമിൽ ഏതെങ്കിലും ഒരു കാര്യമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ മറ്റ് ട്രിക്സുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ പൊക്കിക്കൊണ്ട് വരുന്നത്. പക്ഷേ നോർമൽ രീതിയിൽ ഒരു എഡ്യൂക്കേഷണൽ വാല്യുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഇൻഫർമേഷൻ, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഇൻഫർമേഷനാണ് നമ്മളുടെ ബ്ലോഗിൽ അത്തരത്തിലുള്ള ആർട്ടിക്കിളുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും. അതായത് നമ്മൾ റഫ്ലി പറയുകയാണെങ്കിൽ ഒരു 6, 7, 8 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വേണ്ട രീതിയിൽ സെർച്ചിലൊക്കെ വന്നു തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കാലം എന്ന് പറയുന്നത് നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്തു, നമ്മൾ കുറേ SEO വർക്കുകളൊക്കെ ചെയ്തു, അതുകൊണ്ട് തന്നെ ഇത് നാളെ അല്ലെങ്കിൽ അടുത്ത മാസം ഇത് മുകളിൽ വരുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും സംശയമുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ SEO പറയുന്ന സമയത്ത് അതിനകത്ത് AIയുടെ കാര്യം ഒരുപാട് പറയാറുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇത് ശരിക്കും ഗൂഗിൾ എന്ന് പറയുന്നത് മാനുവലായിട്ട് വരെ ഇത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിന് ആയിരക്കണക്കിന് ആൾക്കാരെ അവർ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു വെബ്സൈറ്റിനെ മാനുവലായിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പോയി അതിനെ നോക്കുന്നു, അതിനുശേഷം അതിനെ വിലയിരുത്തുന്നു, എത്രമാത്രം ഒതൻറ്റിക്കാണ് ഈ ഇൻഫർമേഷൻ. അതായത് നമ്മൾ മെഷീൻ ലേണിങ്ങിനെ മാത്രമല്ല അവർ ആശ്രയിക്കുന്നത്, അവർ ഹ്യൂമനെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരെ വെബ്സൈറ്റുകൾ റിവ്യൂ ചെയ്യാനായിട്ട് മാത്രമായിട്ട് റിക്രൂട്ട് ചെയ്ത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ ചെന്നതിന് ശേഷമാണ് എത്രത്തോളമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് റീഡ് ചെയ്തെടുക്കുന്നതിൻ്റെ ഉള്ള ആക്യുറസി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു തെറ്റായ ധാരണയുള്ളതാണ്. ശരിക്കും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റ് എഴുതുക അല്ലെങ്കിൽ യുണീക്ക് കണ്ടന്റ് എഴുതുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു വിചാരമുണ്ട്, ഫ്രഷ് കണ്ടന്റ് മാത്രമേ ഇൻഡെക്സ് ചെയ്യത്തുള്ളൂ എന്നുള്ളത്. ഫ്രഷ് കണ്ടന്റ് മാത്രമല്ല ഗൂഗിൾ റാങ്കിങ്ങിൽ മുകളിൽ വരുന്നത്, വളരെ പഴയ കണ്ടന്റുകളും വരാറുണ്ട്. പക്ഷേ അത് കൃത്യമായ സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകളാണ് അത്തരത്തിൽ വരാറുള്ളത്. നമുക്കറിയാം, ചില വിഷയങ്ങളിൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ 1, 2 റാങ്കുകളൊക്കെ മാറി ചില പേജസാണ് കിടക്കുന്നത്. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്, മറ്റ് ഇൻഫർമേഷൻസ്, ആ കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള അപ്ഡേറ്റ് ചെയ്ത കണ്ടന്റുകളെ കൃത്യമായിട്ട് ഗൂഗിൾ മുകളിൽ കൊണ്ടുവരും. അത് അത്രത്തോളം പ്രാധാന്യമുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ. അതല്ലാതെ ഫ്രഷായിട്ട് എഴുതുന്ന കണ്ടന്റ് എല്ലാം മുകളിൽ വരുമെന്ന് വിചാരിക്കേണ്ട. അതുപോലെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്. അതായത് നമ്മൾ കോപ്പി ചെയ്ത കണ്ടന്റ് പോലും പലപ്പോഴും മുകളിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കോപ്പി ആയതുകൊണ്ട് തന്നെ അത് മുകളിൽ വരത്തില്ല എന്നൊന്നുമില്ല, അത്തരത്തിലും വരാറുണ്ട്. അതുപോലെ തന്നെ കോപ്പി കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഈ പെനാലിറ്റി അടിക്കുമോ എന്നൊരു ആൾക്കാർക്കൊരു പേടിയുണ്ട് പലപ്പോഴും. അതായത് നമ്മൾ പലതരത്തിൽ ഉപയോഗിച്ചതായിരിക്കും, നമ്മൾ തന്നെ പല ബ്ലോഗുകൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ ന്യൂസ് മീഡിയയിൽ നിന്ന് എടുത്ത കണ്ടന്റ് ആകാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെനാലിറ്റി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു തരത്തിലും അങ്ങനെയുള്ള പെനാൽറ്റി വരത്തില്ലെന്ന് ഗൂഗിൾ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ അടുത്ത സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വന്നത്. അതുപോലെ സൈറ്റിൻ്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല ആൾക്കാരും ഈ പറഞ്ഞ ഗൂഗിളിൻ്റെ തന്നെ സ്പീഡ് ഇൻസൈറ്റ് നോക്കുന്ന സൈറ്റ് നമുക്കറിയാം. അതിനകത്തൊക്കെ നോക്കിയതിന് ശേഷം 50% താഴെയുള്ളൂ, അല്ലെങ്കിൽ 30 ചില ആൾക്കാർക്ക് 80 ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റിന് സ്പീഡ് വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതല്ലാതെ എല്ലാവർക്കും 80 വേണം, അല്ലെങ്കിൽ 70 വേണം, 90 വേണം, എങ്കിൽ മാത്രമേ നമ്മുടെ SEOയിൽ മുകളിൽ വരത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ബ്ലോഗ് വിജയിക്കൂ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് 50% ഉണ്ടെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും ഒരു ബ്ലോഗിനെ വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും.
ഇവൻ 40-45% ഉണ്ടെങ്കിലും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ കണ്ടന്റ് അത്രത്തോളം നല്ലതായിരിക്കണം. നമുക്കറിയാം വളരെ മെയിനായിട്ടുള്ള ഒരുപാട് മീഡിയ സൈറ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പിറകിലായിരിക്കും. 10% താഴെയുള്ള സൈറ്റുകളുണ്ട് മില്യൺസ് വ്യൂസ് വരുന്ന. അപ്പോൾ അത് മാത്രമല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. പക്ഷേ നമ്മളൊരു ചെറിയ സൈറ്റാണ്, നമ്മളൊരു തുടക്കക്കാരനാണെന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്പീഡ് ഒരു തരത്തിൽ നമുക്ക് ട്രാഫിക് കുറയാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ സ്പീഡ് കൂടിയെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ബൂമൊന്നും അതിനകത്ത് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഒത്തിരി അതിനുവേണ്ടി സമയം നിങ്ങൾ മെനക്കെടാതിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ആൾക്കാർ ചോദിക്കുന്നതാണ് വേർഡ് കൗണ്ട്. അതായത് നമ്മളൊരു ആർട്ടിക്കിളിനകത്ത് എത്ര കൗണ്ട് വേണമെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. അതിന് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് 4000 വേർഡ്സ് വേണം, അതല്ലെങ്കിൽ 5000 വേർഡ്സ് വേണം, ചിലർ പറയുന്നുണ്ട് 1000 വേർഡ്സ് മതി. എന്നാൽ ഇത്തരത്തിലൊരു നമ്പേഴ്സ് ഒന്നും എങ്ങും പറയുന്നില്ല. നമ്മൾ ഏത് വിവരമാണോ നമ്മുടെ ബ്ലോഗിൽ കൊടുക്കുന്നത് അതിന് എത്രമാത്രം കണ്ടന്റാണ് ആവശ്യം, അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടുന്നത്. അതല്ലാതെ നമ്മൾ ഇത്ര എണ്ണം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആർട്ടിക്കിളുകൾ എഴുതരുത്. പിന്നെ അതിനകത്ത് ഏറ്റവും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ആർട്ടിക്കിളുകൾ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതായത് വളരെ ചെറിയ ആർട്ടിക്കിൾ വരത്തക്ക രീതിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിൾ ആവാം. അതല്ലെങ്കിൽ മീഡിയം, അതായത് ഒരു 1000 മുതൽ 1500 അല്ല വേർഡ്സ് വരെ വരുന്ന ആർട്ടിക്കിൾ, അതായത് മീഡിയം ആർട്ടിക്കിൾസ് വരാം. അതുപോലെ തന്നെ പില്ലർ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതായത് 2000-3000 വേർഡ്സ് വരുന്ന. ഇത്തരത്തിലുള്ള 3 കാറ്റഗറിയിലുള്ള ആർട്ടിക്കിളുകൾ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ SEOയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അതായത് അതിൻ്റെ റിലവൻസ്, അതുപോലെ അതിൻ്റെ അതോറിറ്റി, അതുപോലെ അതിൻ്റെ വിശ്വാസ്യത. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ സെർച്ച് റാങ്കിങ്ങിൽ ലോങ് ടൈമിലാണെങ്കിലും മുകളിൽ വരാനായിട്ട് സഹായിക്കുന്ന ഘടകം. ഏത് വിഷയത്തിലാണോ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് അതിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ആൻസർ ആണോ നമ്മളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗ്, അതായിരിക്കും അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാറുണ്ട്. തീർച്ചയായിട്ടും യൂസർ എക്സ്പീരിയൻസ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഒരു വ്യക്തി നമ്മുടെ ബ്ലോഗിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രത്തോളം എളുപ്പത്തിലാണ് ആ കണ്ടന്റ് അല്ലെങ്കിൽ അദ്ദേഹം തേടി വരുന്ന വിഷയങ്ങൾ കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു ഘടകം തന്നെയാണ്. ആ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ പലതരം SEO ടൂളുകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ പറയുന്ന ഇന്റർനെറ്റിൽ കാണാറുണ്ട്. കീവേഡ് റിസർച്ച് ചെയ്യുന്ന ടൂളുകൾ, അത്തരത്തിലുള്ള ഒരുപാട് ടൂളുകൾ. ഇതൊക്കെ എത്രമാത്രം പ്രയോജനം തരുന്നു എന്നുള്ള ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഇതൊക്കെ ചില പ്രത്യേക ആസ്പെക്ട്സിൽ അത് ഗുണം നമുക്ക് തരുന്നുണ്ട്. എന്നാലും ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഒരു ബെനിഫിറ്റ് തരുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ബാക്ക് ലിങ്ക്സ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, അതല്ലെങ്കിൽ നമ്മളുടെ ഈ അനലിറ്റിക്സ് ഒക്കെ ഒന്ന് പഠിക്കാൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ അതല്ല ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ SEO സ്ട്രോങ് ആവത്തില്ല. അതുപോലെ നമ്മൾ കീവേഡ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൈ കോമ്പറ്റീഷൻ കീവേഡുകളെ ഫോക്കസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നമ്മൾ ലോ കോമ്പറ്റീഷൻ ആയിട്ടുള്ള വലിയ കീവേഡുകളെ മാത്രമേ, നമുക്ക് ലോങ് ടൈൽ കീവേഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കീവേഡുകളെ മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് തുടക്ക സമയത്ത് ട്രാഫിക്കുകൾ കിട്ടി തുടങ്ങത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ വെബ്സൈറ്റ് അല്ലെങ്കിൽ വലിയ ബ്ലോഗുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഈ സെർച്ചിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം റിച്ച് സ്നിപ്പസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതെന്ന് പറയുന്നത് പലപ്പോഴും ഗൂഗിളിൽ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സൈറ്റിലേക്ക് പോലും പോകാതെ തന്നെ നമുക്ക് സെർച്ചിൽ നിന്ന് തന്നെ ആ റിസൾട്ട് നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്നിപ്പസ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ SEOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു വിഷയം സെർച്ച് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് വരിക, അത് നമ്മളൊന്ന് തിരയാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിലേറെ ക്വസ്റ്റ്യൻസ് അവിടെ കാണിക്കുക. അവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പേജിലേക്ക് പോകേണ്ട, നമ്മൾ എന്താണോ അന്വേഷിച്ച് വന്നത് അതിൻ്റെ ഒരു ചുരുക്കെഴുത്ത് നമുക്ക് അവിടെ വായിക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മളുടെ കണ്ടന്റും ഒപ്റ്റിമൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ വളരെ വിശദമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ പോലും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് എല്ലാം കൂടെ ചേർത്തുള്ള ഒരു കൊച്ചു പാരഗ്രാഫ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അതായത് നമുക്ക് ടോട്ടാലിറ്റിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത്, അതായത് ആ ടൈറ്റിലിന് ചേർന്ന രീതിയിൽ ഒരു ചെറിയ ഭാഗം, ആ ഭാഗം വായിച്ചാൽ തന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന കണ്ടന്റിൻ്റെ ഒരു ഉള്ളടക്കം, അതല്ലെങ്കിൽ ഈ കണ്ടന്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതല്ലെങ്കിൽ ഈ കണ്ടന്റ് കൊണ്ട് ഏതെങ്കിലും ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് പലപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഗൂഗിൾ കൊണ്ടുവരികയും അത് മുകളിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്നിപ്പസ്റ്റുകൾ വരുന്ന സമയത്ത് നമ്മളുടെ സൈഡിലേക്ക് ട്രാഫിക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ SSL സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ സംശയം നിലനിൽക്കാറുണ്ട്. അതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റാങ്കിങ്ങിൽ മുകളിൽ വരുത്തില്ലേ എന്ന് പല ആൾക്കാരും സംശയിക്കാറുണ്ട്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ പുതിയ ഒരു സെക്യൂർഡ് കണക്ഷനായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള SSL നമുക്ക് ഈ അടുത്ത സമയത്ത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമായിരിക്കും. എന്നുകൊണ്ട് തന്നെ
തന്നെ അതിൽ നിന്ന് ഒരുപാട് ട്രാഫിക് ഒന്നും കൂടാനായിട്ട് പോകുന്നില്ല. പക്ഷേ നമ്മളുടെ സെക്യൂരിറ്റി, നമ്മുടെ അതോറിറ്റി ഒക്കെ നമുക്ക് അവിടെ സ്ഥാപിക്കാനായിട്ട് പറ്റും. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ SSL ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്ത് താഴോട്ട് കളയുന്നൊരവസ്ഥയൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് SSL ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ SEOയെ വലിയ രീതിയിലൊന്നും അതും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് സോഷ്യൽ ഷെയറുകൾ എങ്ങനെയാണ് ഈ പറയുന്ന SEOയെ സ്വാധീനിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും സോഷ്യൽ ഷെയറുകൾ നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റിൻ്റെ റീച്ച് കൂട്ടാനും വ്യൂസ് കൂട്ടാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് ഗൂഗിൾ പറയുന്നുണ്ട് ഈ സോഷ്യൽ സിഗ്നലുകൾ പലപ്പോഴും ഡയറക്റ്റായിട്ട് SEOയെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ഷെയറുകൾ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വളരെ തുച്ഛമായ പൈസയ്ക്ക് തന്നെ ഒരുപാട് ഷെയറുകളും ലൈക്കുകളും ഒക്കെ വാങ്ങി കൂട്ടാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് കൃത്യതയോടുകൂടി അതിനെ കിട്ടാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് SEOയെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഗൂഗിൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഏതെങ്കിലും ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യപ്പെടുന്ന പല സ്ഥലങ്ങളിലായിട്ട് പല ഏജിലുള്ളവർ ഷെയർ ചെയ്യപ്പെടുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മളുടെ അതോറിറ്റിയെ അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റായിട്ട് സെർച്ചിൻ്റെ റാങ്കിങ്ങിൽ കൊണ്ടുവരാനായിട്ട് അത് ഒരു തരത്തിലും സഹായിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ ഇതിനകത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. കാര്യം ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ SEO ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോയിലൂടെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.